ഇന്ന് നമ്മുടെ മോടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് കൂണ് കൃഷി സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അവര് ഇന്ന് നമുക്ക് കൂണ് കൊണ്ട് തന്നു. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, നമ്മൾ കൂണ് ഒരു തീയൽ വെക്കുക. നമുക്ക് തേങ്ങ ഒക്കെ എടുത്ത് വറുത്തരച്ച് നല്ല ഒരു കൂണ് തീയൽ വെക്കാം. ഇതാ നോക്കൂ, നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കൂണ്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ്. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെയും വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കളർ ആകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ആക്കി വയ്ക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഈ ഒരു രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പും രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു പിടി കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വറുത്തെടുക്കണം. ഈ ഒരു രീതിയിൽ വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ പൊടിഞ്ഞു കിട്ടുന്നതാണ്. ഇനി മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെയും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ. ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അരിഞ്ഞു വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നോക്കൂ, നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മിക്സിയുടെ ജാറ് കഴുകി ഈ ഒരു വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. ഇനി നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നോക്കൂ, നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം. നന്നായി ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു കടുക് താളിപ്പൂടെ തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലൊരു ഗോൾഡൻ നിറം വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതാ നോക്കൂ, നല്ലൊരു ഗോൾഡൻ നിറം വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇതോടെ നമ്മുടെ കൂണ് തീയലിൻ്റെ രുചിയും മണവും ഇരട്ടിയാകും. ഇതാ നമ്മുടെ രുചികരമായ കൂണ് തീയൽ തയ്യാറായി. ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും ഇത് വളരെ രുചികരമാണ്. ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന കൂൺ എൻ്റെ സുഹൃത്തുക്കൾ നടത്തുന്ന പെൺമ മഷ്റൂം ഫാമിൽ നിന്നുള്ളതാണ്. വളരെ ഫ്രഷാണ്, നല്ല ഗുണനിലവാരത്തോടു കൂടിയും ലഭിക്കുന്ന കൂണാണ് ഇവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂണ് തീയലിന് ഇത് തന്നെ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ സപ്ലൈ ഉണ്ട്. പെൺമ മഷ്റൂംസ് ഫാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇതിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അതുപോലെ ഇവരുടെ ഈ സംരംഭത്തിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കണം. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള നാടൻ വിഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.